Hi all, welcome to the new lecture of linear algebra and calculus. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഇനി നിങ്ങൾ തുടർന്ന് നിങ്ങളുടെ ബിടെക് കോഴ്സ് പഠിക്കുമ്പോൾ പല ഭാഗത്തും നിങ്ങൾ കാണാൻ സാധ്യതയുള്ള ഒരു അപ്ലൈഡ് മാത്തമാറ്റിക്സ് ടോപ്പിക്കാണ്. അതായത് ഒരുപാട് ആപ്ലിക്കേഷനുള്ള മാത്തമാറ്റിക്സിലെ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, പരീക്ഷയ്ക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റോ എക്കലോൺ ഫോം പഠിച്ച അതേ ഒരു ഇമ്പോർട്ടൻ്റോട് കൂടി നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണിത്. എയ്ഗൻ വാല്യൂസ് ആൻഡ് എയ്ഗൻ വെക്റ്റേഴ്സ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ കാര്യങ്ങളിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് എന്താണ് ഒരു വെക്റ്റർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം ഞാൻ എയ്ഗൻ വാല്യൂവിൻ്റെ ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്യാം. ഒരു വെക്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് എ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ലൈൻ സെഗ്മെൻറ്റ് ഡിസ്കസ് ചെയ്താൽ, ഇപ്പോൾ നമ്മളൊരു പ്ലെയിനിൽ ഒരു ലൈൻ സെഗ്മെൻറ്റ് ഡയറക്റ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഇത് ഈ പോയിന്റ് 1 ആണെങ്കിൽ ദിസ് ഈസ് എ ലൈൻ സെഗ്മെൻറ്റ് ഫ്രം 0 to 1. ഓക്കെ, അതിനൊരു ഫിക്സഡ് ഡയറക്ഷനുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തിട്ട് പറയും, ഇതിനെ ഒരു വെക്റ്റർ എന്ന് പറയും. ഇതിനെ നമ്മൾ ഐ വെക്റ്റർ പ്ലസ് ജെ വെക്റ്റർ എന്നൊക്കെയാണ് നമ്മൾ +1 +2 ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. മെട്രിക്സ് തിയറിയിൽ നമ്മൾ ഇപ്പോൾ മെട്രിക്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ മെട്രിക്സ് തിയറിയിൽ ഒരു വെക്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു n/1 മെട്രിക്സ് ആണ്. n/1 മെട്രിക്സ് പറഞ്ഞാൽ n റോസും ഒറ്റ കോളവും ഉള്ള മെട്രിക്സ്, അതായത് സിംഗിൾ കോളം മെട്രിക്സുകളെയാണ് നമ്മൾ ഇവിടെ വെക്റ്റേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്ര റോസ് ഉണ്ടോ അത്രയും കമ്പോണൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയും. ഇപ്പോൾ 1 2 3 ആണ് 3 റോസ് ഉണ്ടെങ്കിൽ 3 കമ്പോണൻസ് ഉണ്ട്. ഫസ്റ്റ് കമ്പോണൻറ്റ് 1, സെക്കൻഡ് കമ്പോണൻറ്റ് 2, തേർഡ് കമ്പോണൻറ്റ് 3. ഇവിടെ 2 റോസേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റ് -1, സെക്കൻഡ് കമ്പോണൻറ്റ് 0. ഇതെല്ലാം ഓരോ വെക്റ്റേഴ്സ് ആണ്. ഇതിനെയൊക്കെ കോളം വെക്റ്റേഴ്സ് എന്ന് പറയാറുണ്ട്. സിംഗിൾ കോളം ആയിട്ട് എഴുതുകയാണെങ്കിൽ നമ്മൾ കോളം വെക്റ്റേഴ്സ് എന്ന് പറയും. സിംഗിൾ റോ ആയിട്ടാണ് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ എഴുതുകയാണെന്ന് നിൽക്കുക 1 2 3. ഇത് സിംഗിൾ റോ ആണ്. സിംഗിൾ റോ ആയിട്ട് എഴുതി അതിനെ നമ്മൾ റോ വെക്റ്റർ എന്ന് പറയും. അപ്പോൾ എനിവേ സിംഗിൾ കോളം ആയാലും സിംഗിൾ റോ ആയാലും നമ്മളതിനെ കോമൺലി വെക്റ്റർ എന്നാണ് നമ്മൾ മെട്രിക്സ് തിയറിയിൽ പറയുക. ഓക്കെ, അപ്പോൾ സിംഗിൾ കോളവും ആവാം, സിംഗിൾ റോയും ആവാം. ഓക്കെ, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സിംഗിൾ കോളംസ് ആണ്. സിംഗിൾ കോളംസ്. അപ്പോൾ സിംഗിൾ കോളംസിനെയാണ് നമ്മൾ ഇവിടെ വെക്റ്റർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സിംഗിൾ കോളമായിട്ടുള്ള ഒരു മെട്രിക്സ് എഴുതിയാൽ അതിനെ നമ്മൾ വെക്റ്റർ എന്ന് നമ്മളിവിടെ പറയും. ഇനി നമുക്ക് ഡെഫിനിഷൻ പോവാം. ഇപ്പോൾ നമ്മളൊരു സ്ക്വയർ മെട്രിക്സ് എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത് എയ്ഗൻ വാല്യൂ എയ്ഗൻ വെക്ടറൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഒരു സ്ക്വയർ മെട്രിക്സ് എടുക്കുക. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ആ സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ n/n ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു ഇപ്പോൾ 1/1 അല്ലെങ്കിൽ 2/2 അങ്ങനെ ഒരു n/n സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ഒരു നമ്പറിനെ, അത് റിയൽ നമ്പറും ആവാം കോംപ്ലക്സ് നമ്പറും ആവാം, ഒരു നമ്പറിനെ ഈ മെട്രിക്സിൻ്റെ എയ്ഗൻ വാല്യൂ എന്ന് പറയണമെങ്കിൽ, അതായത് ലാംഡ ഈസ് നമ്പർ ലാംഡ എന്നാണ് നമ്മൾ എയ്ഗൻ വാല്യൂവിനെ ഡിനോട്ട് ചെയ്യുക. ലാംഡ ഈസ് സെഡ് ടു ബി ആൻ എയ്ഗൻ വാല്യൂ ഓഫ് മെട്രിക്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ എയ്ഗൻ വാല്യൂ ആണ് ലാംഡ എന്ന് പറയണമെങ്കിൽ എനിക്കൊരു നോൺ സീറോ വെക്റ്റർ എക്സ് കണ്ടുപിടിക്കാൻ പറ്റണം. ഇഫ് ദർ എക്സിസ്റ്റ് നോൺ സീറോ വെക്റ്റർ എക്സ് എക്സിസ്റ്റ് ചെയ്യണം. a ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് എഴുതണം. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്ററാണ്, നോൺ സീറോ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ n/1 മെട്രിക്സ്. ഓക്കെ, അപ്പോൾ n/1 മെട്രിക്സ് ആണെങ്കിൽ അത് ഒരു വെക്റ്ററായിട്ട് മാറും. അപ്പോൾ ഇതിങ്ങനെ ആയിരിക്കും. ഇപ്പോൾ സം x1 x2 x3 എക്സെട്ര xn ഫോമിലായിരിക്കും എക്സ് ഉണ്ടാവുക. ഓക്കെ, എക്സിന് n കമ്പോണൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സിൽ നമ്മൾക്ക് എഴുതാൻ പറ്റിയാൽ, അത് എ ഇൻറ്റു സം നോൺ സീറോ വെക്റ്റർ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ദാറ്റ് സെയിം വെക്റ്റർ ആയിട്ട് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ എക്സിനെ നമ്മൾ എയ്ഗൻ വെക്റ്റർ എന്നും ലാംഡാനെ നമ്മൾ എയ്ഗൻ വാല്യൂ എന്നും പറയും. വെർ എക്സ് ഈസ് കോൾഡ് ആൻ എയ്ഗൻ വെക്റ്റർ ഓഫ് എ കറസ്പോണ്ടിങ് ടു എയ്ഗൻ വാല്യൂ ലാംഡ. ലാംഡ എന്ന് പറയുന്ന എയ്ഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയ്ഗൻ വെക്റ്ററാണ് എക്സ് എന്ന് പറയും. അവിടെ കണ്ടീഷൻ എന്താണ്? ax should be equal to lambda into x. ax is equal to lambda into x. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മളൊരു മെട്രിക്സ് എഴുതിയിട്ടുണ്ട് 1 0 2 3 1 0 2 3. ഇതൊരു 2/2 മെട്രിക്സ് ആണ്. 2/2 മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ സം 3 ലാംഡ 3 ആയിട്ട് ചൂസ് ചെയ്തു.
എക്സ് 0 1 ആയിട്ട് ചൂസ് ചെയ്തു ജസ്റ്റ് സപ്പോസ് ചെയ്യാം. ഓക്കെ, ഇത് എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലാംഡ 3 ആയിട്ട് എടുക്കുകയാണ്, എക്സ് 0 1 ആയിട്ട് എടുക്കുകയെന്ന് വിചാരിക്കും. അപ്പോൾ വാട്ട് ഈസ് എ ഇൻറ്റു എക്സ്? എ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 0 2 3 ഇൻറ്റു 0 1 അല്ലേ? ഇതാണ് എ, ഇതാണ് എക്സ്. അപ്പോൾ 1 0 ഇൻറ്റു 2 3 ഇൻറ്റു 0 1 ചെയ്യുമ്പോൾ 1 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 1, 1 ഇൻറ്റു 0 0 മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, 1 ഇൻറ്റു 0 0 പ്ലസ് 0 ഇൻറ്റു 1 0. അപ്പോൾ 0 പ്ലസ് 0 ആദ്യത്തെ കമ്പോണൻറ്റ് 0 ആയിരിക്കും. നെക്സ്റ്റ് 2 ഇൻറ്റു 0 0 ആണ്, പ്ലസ് 3 ഇൻറ്റു 1 3. അപ്പോൾ 0 പ്ലസ് 3 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ എക്സ് ഇസ് ഈക്വൽ ടു 0 3 എന്ന് കിട്ടി. ഇതിൽ ഞാൻ 3 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 3 ഇൻറ്റു 0 1 എന്ന് എഴുതാം. അപ്പോൾ എ എക്സ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 0 1. 0 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് തന്നെയാണ്. അപ്പോൾ എ എക്സ് ഇസ് ഈക്വൽ ടു 3x എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3 ഈസ് ആൻ eigen വാല്യൂ ഓഫ് ദിസ് മെട്രിക്സ്. എയുടെ ഒരു eigen വാല്യൂ ആണ് 3. ആ eigen വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen വെക്ടർ ആണ് 0 1 എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് eigen വാല്യൂ എന്ന് പറയുന്നത്. എ ഇൻറ്റു സം നോൺ സീറോ വെക്ടർ എക്സ്. എന്താണ് ഈ നോൺ സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ? നോൺ സീറോ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്പോണൻറ്റും 0 ആയിരിക്കില്ല, ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് നോൺ സീറോ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 0 1 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ കമ്പോണൻറ്റ് നോൺ സീറോ ആണ്, 0 അല്ലാത്തൊരു നമ്പറാണ്. അതുകൊണ്ട് ഇതെന്താണ്? നോൺ സീറോ വെക്ടറാണ്. ഇപ്പോൾ എല്ലാ കമ്പോണൻറ്റും 0 ആണെങ്കിൽ അതിനെ നമ്മൾ സീറോ വെക്ടർ എന്ന് പറയും. അപ്പോൾ eigen വെക്ടർ ഒരിക്കലും എന്താവില്ല? സീറോ വെക്ടർ ആവില്ല. അപ്പോൾ eigen വെക്ടർ എപ്പോഴും എന്തായിരിക്കും? ഒരു നോൺ സീറോ വെക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് ഫോമിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അവിടെ എക്സ് ഒരു നോൺ സീറോ വെക്ടർ ആയിരിക്കണം, ലാംഡ ഒരു നമ്പർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ലാംഡേനെ നമ്മൾ eigen വാല്യൂ എന്നും എക്സിനെ നമ്മൾ eigen വെക്ടർ എന്നും പറയും. ഇനി നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് തിയറാണ്. ഇപ്പോൾ എ ഈസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ n ബൈ n ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലാംഡ എയുടെ eigen വാല്യൂ ആയിരിക്കും എപ്പോൾ? ഡിറ്റർമിനൻറ്റ്. ഇവിടെ ഡിറ്റർമിനൻറ്റ് എന്നാണ് ഈ രണ്ട് വരയുടെ അർത്ഥം, ഡിറ്റർമിനൻറ്റ്. ഓക്കെ, ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ആയിരിക്കും. ഡിറ്റർമിനൻറ്റ് എങ്ങനെയാണ് കാണുക എന്നുള്ളതൊക്കെ നമ്മൾ ബ്രിഡ്ജ് കോഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മറന്നുപോയവർ അതൊന്ന് റെഫർ ചെയ്യുക. ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ആയിരിക്കും. ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ആണെങ്കിൽ ലാംഡേനെ നമ്മൾ eigen വാല്യൂ എന്ന് പറയും. ഓക്കെ, ലാംഡേനെ നമ്മൾ eigen വാല്യൂ എന്ന് പറയും. ഈ ലാംഡ eigen വാല്യൂ ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ eigen വാല്യൂ കാണാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫോർമുലയാണിത്. ഒരു ജനറൽ മെട്രിക്സിൻ്റെ കേസിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫോർമുലയാണ് എന്ത്? ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ലാംഡ കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് ഈ തിയറം പറയുന്നത്. ഇഫ് ലാംഡ ഈസ് ആൻ eigen വാല്യൂ ഓഫ് എ, then determinant of a minus lambda I equal to 0, and determinant of a minus lambda I equal to 0, then lambda should be eigen value of a. അപ്പോൾ ഇനി നമ്മളിവിടെ പറയാൻ പോണത് ഇത് പക്ഷെ പലപ്പോഴും ഡിഫിക്കൽട്ടാണ്. ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് eigen വാല്യൂ കാണുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഒരു സിമ്പിൾ ഫോർമുല ഡിസ്കസ് ചെയ്യും. ഈ ഒരു ഈസി ഫോർമുല ടു ഡിറ്റർമൈൻ eigen values of a 2x2 മെട്രിക്സ്. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ മെട്രിക്സ് ഒരു 2x2 മെട്രിക്സ് ആയിരിക്കണം. ഇപ്പോൾ 1 0 4 5 ഇതൊരു 2x2 മെട്രിക്സ്, അല്ലെങ്കിൽ 1 3 2 1 ഇതൊരു 2x2 മെട്രിക്സ്. അപ്പോൾ ഈ ഫോമിൽ ഒരു 2x2 മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് eigen വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഇക്വേഷനാണ് എന്ത്? ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 0. ഇവിടെ ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡയഗണൽ എൻട്രീസിൻ്റെ സം. ഇപ്പോൾ ഇവിടെ ഈ മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് പറഞ്ഞാൽ 1 + 5 6 ആണ്. 1 + 5 6 ആണ്. ഈ മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് പറഞ്ഞാൽ 1 + 1 2 ആണ്. ഓക്കെ, അപ്പോൾ ട്രേസ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എൻട്രീസിൻ്റെ സമ്മ്. ഡയഗണൽ എൻട്രീസ് തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രേസ് എന്ന് പറയുക. ഡിറ്റർമിനൻറ്റ് നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഓക്കെ, ഡിറ്റർമിനൻറ്റ് ലാംഡ എന്ന് പറയുന്നത് eigen വാല്യൂ. അപ്പോൾ അതായത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ ലാംഡ കണ്ടുപിടിക്കണം. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഈ അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്, പോളിനോമിയൽ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ലാംഡ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ലാംഡ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് എന്ത്? ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 0. ഇനി 3x3 മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. 3x3 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇക്വേഷൻ ലാംഡ ക്യൂബ്, അതായത് 3rd ഡിഗ്രി ആവും. 2x2 ആകുമ്പോൾ 2nd ഡിഗ്രി ആയിരിക്കും, 3x3 ആകുമ്പോൾ 3rd ഡിഗ്രി ആയിരിക്കും. ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് a11 പ്ലസ് a22 പ്ലസ് a33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 0. ലാംഡ ക്യൂബ് മൈനസ്
trace of A into lambda square plus A11 plus A22 plus A33 into lambda minus determinant of A equal to 0. പ്രോബ്ലംസ് ഞാൻ ഈ ഫോർമുല യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. 3/3 മെട്രിക്സിൻ്റെ കേസിൽ ഈ ഫോർമുലയും 2/2 മെട്രിക്സിൻ്റെ കേസിൽ തൊട്ട് മുന്നേ പറഞ്ഞ ഫോർമുലയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെയും ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡയഗണൽ എൻട്രീസിൻ്റെ സമ്മാണ്. A11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഒഴിവാക്കിയാൽ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. A22 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ഒഴിവാക്കിയാൽ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. A33 എന്ന് പറഞ്ഞാൽ തേർഡ് റോയും തേർഡ് കോളവും ഒഴിവാക്കിയാൽ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. ഇതൊക്കെ എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ തൽക്കാലം നമ്മൾ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഐഗൻ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ്. ഒന്ന് 2/2 മെട്രിക്സ്, ഒന്ന് 3/3 മെട്രിക്സിൻ്റെ കേസിൽ. 2/2 മെട്രിക്സിൻ്റെ കേസിൽ ലാംഡ സ്ക്വയർ മൈനസ് റൈസ് ഓഫ് എ ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 0. 3/3 മെട്രിക്സിൻ്റെ കേസിൽ ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് A11 പ്ലസ് A22 പ്ലസ് A33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 0. ഇത്രയും നമ്മൾ പഠിച്ചു വെക്കണം. ഇതറിഞ്ഞാലേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ ഐഗൻ വാല്യൂ ഐഗൻ വെക്ടർ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്കിലെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ രണ്ട് ഫോർമുല വളരെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.